മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജത്തിൻ്റെ ചെമ്പ് പറകൾ 21.5 പറയാണ്. ഈ പറ ചെന്നൈ അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ ഏരിയയുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ച ഒരു സ്ഥാപനമാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ പെർമിഷനോടുകൂടി ദേവസ്വം വിജിലൻസ് SP അടക്കം തിരുവാതിര കമ്മീഷൻ അടക്കം 17 ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ചെമ്പുപറ കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഏകദേശം 8 ദിവസത്തോളം എടുത്തു അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് ചടങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഇന്നലെ വൈകിട്ട് 6:30 ചെമ്പുപറ അതിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. 6:30 മണിയോടുകൂടി ഇന്നലെ അവിടെ തിരിച്ചു. ഇന്ന് കൊട്ടാരക്കര നമ്മൾ കൊണ്ടുപോയി 1.25 കിലോ സ്വർണം 24 ക്യാരറ്റ് അവിടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തു. അതിൻ്റെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായി. ആ വർക്ക് കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 6:30 അവിടുന്ന് തിരിച്ചു നേരെ കൊട്ടാരക്കര ശ്രീ കൊലശ്ശേരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അവിടുന്ന് സ്വീകരണങ്ങൾ അവിടുത്തെ പ്രദേശസമിതിയും നാട്ടുകാരും ചേർന്ന് സ്വീകരണം കൊടുത്തു. അതിനുശേഷം നേരെ നമ്മളെ കൊട്ടാരക്കര ശ്രീ മണികണ്ഠേശ്വരത്ത് സ്വീകരണങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട ദേവസ്വത്തിൻ്റെ ജീവനക്കാർ AC AO അടക്കം മറ്റുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ അവിടുത്തെ പ്രദേശസമിതിയുടെ മുൻ പ്രസിഡന്റ് രായംബാബു ചേട്ടൻ അവിടെ സ്വീകരണങ്ങൾ അവിടുന്ന് ഏറ്റുവാങ്ങി. അതിനുശേഷം ശ്രീ പടക്കക്കാവിൽ വന്നു. പടക്കക്കാവ് പ്രദേശസഭയുടെ പ്രസിഡന്റ് അതിൻ്റെ സെക്രട്ടറി മുൻ കമ്മിറ്റി അംഗം അവർ സ്വീകരണം നൽകി. അതിനുശേഷം തിരിച്ചു ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നു. മഹാദേവ ക്ഷേത്രത്തിലെ ദേവസ്വം ഉദ്യോഗസ്ഥരും മുൻ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് ബഹുമാനപ്പെട്ട ക്ഷേത്രം മേശാന്തി സുബ്രഹ്മണ്യൻ തിരുമേനി അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങിൽ മുഖ്യ ഭദ്രദീപം കൊളുത്തി ആ കർമ്മം നിർവഹിച്ചു. അതിനുശേഷം ഭഗവാന്റെ വാഹനം ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം ഉപദേശസമിതി പ്രസിഡന്റായ വിനായക അജിത് ഏറ്റുവാങ്ങി. ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് നേരെ അകത്ത് ക്ഷേത്ര കാമ്പൗണ്ടിൽ കയറി അതോടെ ബഹുമാനപ്പെട്ട ക്ഷേത്രം മേശാന്തിക്ക് കൈമാറി. ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ AC ഇവിടുത്തെ കൊട്ടാരക്കര ഓഫീസർ വിനോദ് കുമാർ സാർ, വിജിലൻസ് ഓഫീസർ പോലീസ് സാർ, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടപ്പുറം മുതൽ പൻപിച്ച ഒരു വാഹന ഘോഷയാത്ര നടന്നു. ചടങ്ങിൽ നിറയെ വാഹനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയാൻ BMSൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ ആചാരി ചടങ്ങിൽ പങ്കെടുത്തു. ായിരുന്നു ഒരു മഹാക്ഷേത്രം. പുണ്യപുരാതനമായ പടിഞ്ഞാറുടെ ദർശനമുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കഴിഞ്ഞ 4 വർഷക്കാലമായി അതിൻ്റെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ ഒരുപാട് വ്യക്തിഹത്യകളും ആരോപണങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിനൊന്നും യാതൊരു വിധമായ പ്രസക്തിയുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ള കർമ്മശേഷി, അതിനെയാണ് നമ്മൾ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ കാണുന്നത്. തീർച്ചയായും ഈ 4 വർഷക്കാലം നമുക്ക് തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ, സ്വന്തമായി ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള അന്നദാനങ്ങൾ, ഇവിടെ നടന്നിട്ടുള്ള പൂജകൾ, ഇവിടെ നടന്നിട്ടുള്ള ഉത്സവങ്ങൾ എല്ലാം ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവം കഴിഞ്ഞിട്ട് 25 ദിവസമേ ആയുള്ളൂ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഗംഭീരമായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമര നിർമ്മാണത്തിൻ്റെ
അവസാന ഘട്ടത്തിലാണ്. അതായത് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മളുടെ ഏറ്റവും വലിയ കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകരയിലെ ഏറ്റവും വലിയ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സ്വപ്നമായിരുന്ന ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുക എന്നത് ഈ കമ്മിറ്റി
അപ്പോൾ പിന്നെ അവിടെ സാറേ പൂജകൾ 28-ാം തീയതി മുതൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകൾ 28-ാം തീയതി ആരംഭിച്ചു. ഇനി ബാക്കിയുള്ള അതിൻ്റെ ചടങ്ങുകൾ ധ്വജപ്രതിഷ്ഠ, വാഹന പ്രതിഷ്ഠ ഇങ്ങനെയുള്ള ചടങ്ങുകൾ 3-ാം തീയതിക്കാണ്. 2:30 ബഹുമാനപ്പെട്ട മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറും കേന്ദ്ര മന്ത്രിയുമായ സുരേഷ് ഗോപി അവர்கள் ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് അവർ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പറായ അജി മെമ്പർ, മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് ജീവനക്കാർ, ഉപദേശസമിതി അംഗങ്ങൾ, ഈ പ്രദേശവാസികൾ, മറ്റ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഇവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കും.